ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ടാഗൊന്നും ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ചേച്ചി തന്നപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിക്കുക. ഇന്നെന്താ പ്രഭു? ഇന്ന് മറ്റേതാണല്ലേ, ഇന്നെന്താ മലയാള മാസം തുടങ്ങുകയല്ലേ ഇന്ന്? അല്ലേ? പിന്നെ എന്തിനൊന്ന് സാരി എടുത്തേ? തിരുവാതിര നവംബർ 1 പിന്നെന്താ ഇന്ന് തിരുവാതിര. ഓക്കെ, തിരുവാതിരൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മളെ റിസപ്ഷനിസ്റ്റ് പറയും. അപ്പം ഇന്ന് തിരുവാതിരയായിട്ട് നിങ്ങൾക്ക് ഞാനൊരു മലയാളി മങ്കേനെ കാണിച്ചു തരാം. പറയും എന്താ തിരുവാതിര എന്ന് പറയും, എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയുന്നില്ല. ഞങ്ങള് ആകെ തിരുവാതിര എന്ന് പറയുമ്പോൾ പൂവപ്പായസം ഉണ്ടാക്കും, പുഴുക്കുണ്ടാക്കും, കഴിഞ്ഞു. അതിന്റെ ഒരു വ്രതവും എടുക്കും. എന്താണ് വ്രതം എന്നറിയില്ല. എന്ത് വ്രതം? നമ്മൾ എടുക്കണ പോലെ എന്താ കഴിക്കാണ്ടത്? നിങ്ങൾ കഴിക്കുന്ന നിങ്ങളുടെ നോമ്പ് പോലെ ഒന്നല്ല. ഞങ്ങൾക്ക് അരി ഭക്ഷണം ഒഴിവാക്കണം എന്ന് മാത്രമല്ല, ബാക്കി എന്തും കഴിക്കാം. അതുപോലെ വ്രതം ഉള്ളതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പുഴുക്ക്, പൂവപ്പായസം, അതുപോലെ അരി ഒഴികെയുള്ളത്. അപ്പൊ നീ ചോറ് തിന്നൂല? അറിയുള്ളൂ. കൂടുതൽ വിവരണങ്ങൾ, വിശദാംശങ്ങൾ തേടണമെങ്കിൽ വല്ല വയസ്സായിട്ടുള്ള അമ്മൂമ്മമാരെ തേടേണ്ടി വരും. സത്യം പറഞ്ഞു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, താങ്ക് യു. ഈ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി നിക്കണം എന്നാണ് എന്റെ ആഗ്രഹം പ്രഭു. ഇത് എടുത്ത് വെക്കണതിന്റെ പാട് അതൊന്ന് ഫുള്ള് കാണിച്ചു കൊടുക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന്. നിക്ക് ഇത് എന്നെ എടുത്തതാ? അമ്പഴ ജിഞ്ചിനാക്കടി. ഓ അടിപൊളി, നൈസ്. ഇത് സെറ്റ് മുണ്ടല്ലേ, സാരി അല്ല? സെറ്റ് മുണ്ട്. അതൊക്കെ ഇങ്ങനെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ഭാഗ്യം അയൺ ചെയ്യേണ്ടെന്ന് ആവശ്യം വന്നില്ല. വേഗം അങ്ങനെ ഇട്ടിട്ടാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ. ഇവരെല്ലാവരും അപ്പോൾ കൂവപ്പായസം പിന്നെ എന്താ കഴിച്ച പ്രഭോ? മറ്റേ എന്തോ ഒരു ഉപ്പേരി, ഉപ്പേരിയല്ല, പുഴുക്ക് എല്ലാം കഴിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഞാൻ എന്താ കഴിച്ചത്? ഞാൻ ഒരു കഷ്ണം പഴം കുറച്ച്, ആ പുഴുക്കിന് കുറച്ച്, ഒരു സ്പൂണ് അത്ര കഴിച്ചിട്ടുള്ളൂ. എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല ഗൈസ്, ചെറിയൊരു ഡയറ്റിലായതുകൊണ്ടാണ്. എൻ്റെ സ്കിന്ന് ഗ്ലോയിങ് ആവുന്നുണ്ട്, പക്ഷെ അത് കാണിച്ചു തരാൻ സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ആ തിരുവാതിരൻ്റെ അന്നെടുത്ത വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അതിൽ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണമല്ലേ വീഡിയോ ലെങ്ത് ഇല്ല. അപ്പോൾ എനിക്ക് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പോസ്റ്റ് ചെയ്യുമ്പോൾ ഷോർട്സ് ആയിട്ടാണ് പോണത്. അപ്പോൾ ഇതൊരു വൈൻഡപ്പ് വീഡിയോയും കൂടി എടുത്തിട്ട് അതിനൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. റിസപ്ഷനിസ്റ്റ് ഓൺ ഡ്യൂട്ടി. സംസാരിക്കുന്നല്ല, ഞാൻ ഓൾറെഡി 2 പേഷ്യൻസിനെ നോക്കിയിട്ട്, ഒരു പേഷ്യൻറ്റിനെ നോക്കിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. ആ ഒരു വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എപ്പോഴും ഒരു വീഡിയോൻ്റെ എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയാം സ്റ്റാർട്ടിങ്ങിന് നമ്മളൊരു ഇത് വേണം, അതുപോലെ ഒരു എൻഡിങ്ങും വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിതുപോലത്തെ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.